Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഒരു വില്ലനെ കാണിക്കുകയാണ്. ആ വില്ലനാണെങ്കിൽ അവൻ ഓർമ്മ വന്ന പേര് അതെന്താണെന്ന് റീകളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. സൂപ്പർ സയൻ ഗോഡ്, അങ്ങനെ ഒരാൾ ഉണ്ടാവുമോ, എന്തായിരിക്കും ആ പേരെന്ന് വീണ്ടും അവൻ ആലോചിക്കും. വില്ലനാണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിനോട് ചോദിക്കും, നിനക്ക് ആ പേര് എന്താണെന്ന് കണ്ടെത്താൻ കഴിയോ? അതിനാള് പറയും, അങ്ങയുടെ അത്രയും പവറും കഴിവൊന്നും എനിക്കില്ല, എനിക്ക് ആ പേര് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് നല്ല റെസ്റ്റും ആഹാരവും, നിങ്ങൾക്കൊരു അല്പം കൂടെ സ്പീഡിൽ പോകാൻ കഴിയുമെന്ന് ചോദിക്കും. ഉടനെ അസിസ്റ്റന്റ് ആണെങ്കിൽ അല്പം കൂടെ സ്പീഡിൽ അങ്ങനെ അവനെ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. ണെങ്കിൽ ടെൻഷനായി സുപ്രീം ഖായോട് പറയും, ആ ഒരു വില്ലൻ അവനിവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ ഒരുപാട് ഗ്രഹങ്ങൾ നശിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവൻ വളരെയധികം ഡേഞ്ചറാണ്. സുപ്രീം ഖായി ആണെങ്കിൽ അദ്ദേഹം ഭയപ്പെടുന്നത് കണ്ട് വണ്ടടിക്കും. എന്തുപറ്റി, എന്താ കാര്യം തിരക്കും. ഉടനെ അദ്ദേഹം പറയും, പ്രശ്നങ്ങൾ അത് കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വില്ലൻ നമ്മൾ കരുതും പോലെ ഒരു നിസ്സാരക്കാരനായിട്ടുള്ള വില്ലനല്ല. അത്രയും വലിയൊരു ശത്രു അവൻ ഉറപ്പായാലും അടുത്തായിട്ട് ഭൂമിയിലേക്കും നമ്മുടെ പ്രപഞ്ചത്തിലേക്കും വരാനുള്ള ചാൻസ് അത് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ആദ്യം മുൻപിൽ കയറി നിൽക്കുക അത് അവൻ തന്നെയായിരിക്കും. സുപ്രീം ഖായി ചോദിക്കും, നിങ്ങൾ പറഞ്ഞു വരുന്നത് ഗോകുവിനെ കുറിച്ചല്ലേ? അതിന് അദ്ദേഹം പറയും, അതെ, ഒരു പ്രശ്നം ഉണ്ടെന്നറിഞ്ഞാൽ അവൻ തന്നെ ആദ്യം മുൻപിൽ കയറി നിൽക്കും. സോ അങ്ങനെ സംഭവിക്കാതെ നോക്കണം, എന്ത് വില കൊടുത്തും അവനെ തടയണം. സുപ്രീം ഖായി ആണെങ്കിൽ എൽഡർ ഖായോട് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഗോകു ഉള്ളതായ ഇടത്തിലാണ്, അവനൊരിക്കലും ആ വില്ലനെ കുറിച്ച് അറിയാനുള്ള യാതൊരു ചാൻസും ഇല്ല. അവരത് പറഞ്ഞു നിൽക്കുന്ന അടുത്ത നിമിഷം കിങ് കായ് ആണെങ്കിൽ ഇപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യും. ഗോകു ഇപ്പോൾ ഉള്ളത് എന്റെ കായ് വേൾഡിലാണ്. അവനിവിടെ കാര്യമായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം അറിയിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോ എന്റെ ശബ്ദം എത്തിച്ചത്. പിന്നെ എൽഡർ കായ് ആണെങ്കിൽ ആ ഒരു വില്ലൻ വന്ന കാര്യം അത് നീ സെൻസ് ചെയ്ത് മനസ്സിലാക്കിയെന്ന് ചോദിക്കും. അതിന് കിങ് കായ് പറയും, അതെ, അത് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ടാണ് ഈ കാര്യം അറിയിക്കാൻ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത്. എൽഡർ കായ് ആണെങ്കിൽ ഗോകു ഒരു കാരണവശാലും ഇതൊന്നും അറിയാൻ പാടില്ല എന്ന് പറയും. അതിന് അദ്ദേഹം പറയും, ഇല്ല, ഞാൻ വളരെ സീക്രട്ട് ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് പറയും. അപ്പോഴായിരിക്കും കിങ് കായ് ഞെട്ടുക. ആളുടെ തൊട്ടു പുറകില് അക്ഷാൽ ഗോകുവിനെ കണ്ട് ഞെട്ടി കയ്യിലുണ്ടായിരുന്ന പെയിന്റ് ഇപ്പൊ ആളുടെ തലയിലൂടെ മറിയും. ഉടനെ ഗോകു ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന അകട്ടും സ്വെറ്റൊക്കെ പിടിച്ചിരുന്ന ആ ഒരു ടവൽ ഉപയോഗിച്ച് അദ്ദേഹത്തെ തുടയ്ക്കാൻ തുടങ്ങുകയാണ്. ഉടനെ കിങ് കായ് ദേഷ്യപ്പെട്ട് അത് വലിച്ചെറിയും. ഈ വൃത്തിയായിട്ട് തുണി വെച്ചാണോ നീ എന്നെ തുടയ്ക്കണേ? നീ എന്തിനാ ഞാൻ സംസാരിക്കുമ്പോൾ അത് ഒളിഞ്ഞെന്ന് കേട്ടത്? ഗോകു ആണെങ്കിൽ കിങ് കായോട് ചോദിക്കും, അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്റെ പേര് അത് പറഞ്ഞത്? അതിന് അദ്ദേഹം പറയും, ഞാൻ എപ്പോഴാണ് നിന്റെ പേര് പറഞ്ഞത്? എനിക്കതിന്റെ ആവശ്യമില്ല. നീ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഞാൻ നിന്റെ പേര് അത് പറഞ്ഞിട്ടേ ഇല്ല. അത് മാത്രമല്ല, നിനക്ക് വേണ്ടിയാണ് ഞങ്ങളിപ്പോ ഈ അവസ്ഥയിലായതെന്ന് പറഞ്ഞ് അവരുടെ തലയിലുള്ള ചക്രം കാണിച്ചു കൊടുക്കും. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ബൂവിനെ അവിടേക്ക് കൊണ്ടുവന്നായിരിക്കും ഗോകു തകർക്കുക. ആ ഒരു തകർച്ചയിൽ സുപ്രീം ഖായുടെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ എല്ലാവരുടെയും കാറ്റുപോകും. ഈ വിപത്തിനെല്ലാം കാരണക്കാരൻ നീയാണ്, നിന്നെ വെറുതെ വിടില്ല. നീ വീണ്ടും ഷെൽട്രോണെ വിളിച്ചു വരുത്തുമ്പോൾ ഞങ്ങളുടെ ജീവൻ തിരികെ കിട്ടുമെന്ന് കരുതി പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കും. എന്നിട്ട് ആ ഒന്നും സംഭവിക്കാറില്ല. വീണ്ടും നീ ഇവിടേക്ക് വന്ന് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാണോ? അടുത്ത തവണയെങ്കിലും ഷെൽട്രോണെ വിളിച്ചു വരുത്തുമ്പോൾ ഞങ്ങളുടെ ലൈഫ് തിരികെ പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യണമെന്ന് പറഞ്ഞ് ഗോകുവിനെ നോക്കും. ഗോകു ആണെങ്കിൽ വീണ്ടും അവന് ട്രെയിനിങ് പുനരാരംഭിച്ചിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഇപ്പോ ടോപ്പിക്കൊക്കെ വിട്ട് വീണ്ടും എക്സസൈസ് ചെയ്യുന്ന കണ്ട കിങ് കായ് ആണെങ്കിൽ ഇപ്പൊ പതിയെ സമാധാനിക്കും. ഒരു വിധത്തില് ഞാൻ എന്നെ രക്ഷിച്ചു. അവൻ ഇപ്പോ എന്നോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഈ പെയിന്റ് എങ്ങനെയാണ് എന്റെ ശരീരത്തിൽ വന്നത് ചിന്തിച്ച് അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. കട്ട് ചെയ്ത ഇപ്പൊ ആ വില്ലന്മാരെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഹായ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കും. ഉടനെ ആ മെയിൻ വില്ലനാണെങ്കിൽ അസിസ്റ്റന്റിനോട് പറയും, എനിക്ക് ആ ഓറൽ ഫിഷ് അതിനെ കാണണം. അതിനെ കാണുകയാണെങ്കിൽ അവനുമായിട്ട് പോരാടാൻ പോകുന്ന ആ ഒരു ഓപ്പണന്റ് വില്ലനെ അവനെ എനിക്ക് പരിചയപ്പെടുത്തി തരും. അവനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരും. വില്ലനാണെങ്കിൽ ഫിഷിനെ വിളിച്ചു വരുത്തുകയാണ്. അതാണെങ്കിൽ ഞൊട്ടിയിടയിൽ അവിടേക്ക് വന്ന് കാര്യം തിരക്കും. ഉടനെ അദ്ദേഹമാണെങ്കിൽ ഇപ്പൊ ഫിഷിനോട് ചോദിക്കും, 39 വർഷത്തിന് ശേഷം ഞാൻ എന്റെ ശത്രുവെ കണ്ടെത്തുമെന്ന് നീ പറഞ്ഞിരുന്നു, സത്യമാണോ? അതിന് ഫിഷ് പറയും, അതെ, അത് സത്യം തന്നെയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ അവനെ കണ്ടെത്തും. എനിക്ക് അവന്റെ പേര് അതെന്താണെന്ന് അറിയണമെന്ന് പറയും. ഉടനെ ഫിഷ് ആണെങ്കിൽ കാര്യമായിട്ട് ആലോചിക്കും, അയ്യോ, ഞാൻ ആ പേര് മറന്നുപോയെന്ന് പറയും. അത് കേട്ട് വില്ലനാണെങ്കിൽ അസിസ്റ്റന്റിനോട് പറയും, വർഷങ്ങളായിട്ട് നമ്മൾ ഇതിന് 3 നേരം ഭക്ഷണം കൊടുക്കുന്നില്ലേ, ഇനി മുതൽ 2 നേരം കൊടുത്താൽ മതി. അത് കേട്ട ഫിഷ് ആണെങ്കിൽ കരയും, അയ്യോ, ഒരു സെക്കൻഡ് എനിക്ക് സമയം തരണം, ഞാൻ ആലോചിച്ച് പറയാം. അവനാണെങ്കിൽ കാര്യമായിട്ട് ആലോചിച്ച് പേര് സൂപ്പർ സയൻ ഗോഡ് എന്നാണെന്ന് പറയും. അത് കേട്ട് ഇപ്പൊ വില്ലനാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. വില്ലനാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിക്കും, സൂപ്പർ സയൻ ഗോഡ് അങ്ങനെ ഒരാളിപ്പോ ജീവിച്ചിരിപ്പില്ല. ആ ഒരു ഫ്രീസ അവൻ വെജീറ്റയുടെ ആ ഒരു ഗ്രഹം മുഴുവനായിട്ട് നശിപ്പിച്ച് കളഞ്ഞതാണ്. ഉടനെ അസിസ്റ്റന്റ് പറയും, വെജീറ്റ അടക്കം കുറച്ച് സയൻസ് അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു. അത് കേട്ട് ഗോഡാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിച്ച്, ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം, ആദ്യം എനിക്കൊന്ന് കുളിക്കണം, 39 വർഷമായിട്ട് ഞാൻ കുളിച്ചിട്ടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ആ വില്ലനാണെങ്കിൽ കുളിക്കാനുള്ള സെറ്റപ്പ് എല്ലാം തന്നെ അസിസ്റ്റന്റ് ചെയ്തു കൊടുക്കും. അവനങ്ങനെ ഹായ് ആയിട്ട് കുളിക്കുമ്പോൾ ഇപ്പോ ബാക്കിയുള്ള
സയാൻസ് അവരെവിടെയാണെന്ന് അസിസ്റ്റന്റിനോട് ചോദിക്കും. ആ അസിസ്റ്റന്റ് ആണെങ്കിൽ അവന്റെ ഡിവൈസിൽ ചെക്ക് ചെയ്യും. അവരെല്ലാവരും ഇപ്പോൾ ഉള്ളത് എർത്തിലാണ്. ആ എർത്തിൽ തന്നെ ഫ്രീസയെ തോൽപ്പിച്ച ഒരു വലിയ സയാനുണ്ട്. അവന്റെ പേര് കാക്കറോട്ട് എന്നാണ്. അവിടെയുള്ളവർ അവനെ ഗോക്കു എന്ന് വിളിക്കും. അവനാണ് ആ ഫ്രീസയെ ഇല്ലാതാക്കിയത്. അത് കേട്ട് ഇപ്പോ ആ മെയിൻ വില്ലൻ ഞെട്ടും. അവൻ ചാടി എഴുന്നേക്കും. ഉടനെ അസിസ്റ്റന്റ് പറയും, നിങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കാറെന്നുള്ള കാര്യം മറന്നുപോയോ? അത് കേട്ട് ചമ്മി ഐസായ ആളാണെങ്കിൽ നൈസായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ രൂപം അതെനിക്ക് കാണിച്ചു തരാനായിട്ട് പറയും. അസിസ്റ്റന്റ് ആണെങ്കിൽ ഗോക്കു ഫ്രീസയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു രൂപം കാണിച്ചു കൊടുക്കുകയാണ്. ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ. സാധാരണ ആൻസിന്റെ മുടിയൊക്കെ ബ്ലാക്ക് അല്ലേ? അതിനാള് പറയും, അവർ സൂപ്പർ സയൻ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഇപ്രകാരം ചേഞ്ച് ആവും. ഇവൻ സൂപ്പർ സയൻ ഗോഡാണോ? അതിന് അസിസ്റ്റന്റ് പറയും, അല്ല, ഇപ്പൊ വെറും സൂപ്പർ സയനാണ്. വില്ലനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം പതിയെ പോളിൽ നിന്ന് എഴുന്നേക്കുകയാണ്. കാര്യങ്ങളെല്ലാം കേട്ടെടുത്തോളം, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടെടുത്തോളം ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാണ് ഇവനെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും വേഗം എനിക്ക് അവിടേക്ക് പോകണം. അവിടേക്ക് എത്താൻ എത്ര ദൂരമുണ്ട്? ഇതിന് അസിസ്റ്റന്റ് പറയും, 26 മിനിറ്റും 44 സെക്കൻഡും. ഉടനെ ആ ഒരു വില്ലനാണെങ്കിൽ അത് വളരെ കൂടുതലാണ്, അതിനു മുൻപ് അവിടെ എത്താൻ കഴിയില്ലെന്ന് ചോദിക്കും. പക്ഷെ കുഴപ്പമില്ല, എനിക്കിപ്പോൾ അവനെ മീറ്റ് ചെയ്തേ പറ്റൂ. പോകുന്ന വഴിക്ക് എനിക്ക് കഴിക്കാൻ ഫുഡൊക്കെ റെഡിയാക്കി വെക്ക്, നമുക്ക് എത്രയും വേഗം അവിടേക്ക് പോകണമെന്ന് പറയും. കട്ട് ചെയ്ത മൊട്ടപ്പൻ ആൻഡ് ഫാമിലിയെ കാണിക്കും. മൊട്ടപ്പനാണെങ്കിൽ അമ്മയുടെ ബർത്ത്ഡേക്ക് പോകാനായിട്ട് അങ്ങനെ ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണ്. അവന്റെ വൈഫാണെങ്കിൽ ദേഷ്യപ്പെടും, ഈ ട്രാഫിക്കുള്ള വഴിയല്ലാതെ മറ്റു വഴിയൊന്നുമില്ലേ? അതിന് മൊട്ടപ്പൻ പറയും, നീ റെഡി ആവാൻ ഒത്തിരി ലേറ്റായി, അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ കുടുങ്ങിപ്പോയത്. നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും വേഗം ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പറന്നു പോവാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ടീമായിട്ട് ഇപ്പൊ അവിടെ ലക്ഷ്യമാക്കി പറന്നു പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ബുൽമയാണെങ്കിൽ പാർട്ടിയൊക്കെ കാര്യമായിട്ട് സജ്ജീകരിക്കും. ഒരു കുറവുണ്ടാവാൻ പാടില്ല, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വേണം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനെന്ന് അവൾ അവിടെയുള്ള ആൾക്കാരോട് പറയും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഫ്ലൈ ചെയ്ത് വരുമ്പോൾ ദൂരത്തായിട്ട് ഹാൻസം ബോയെയും കുരങ്ങനെയും റാബിറ്റിനെയും കാണും. അവരോടൊപ്പം തന്നെ ഇപ്പൊ മൊട്ടപ്പനും കുഞ്ഞിപ്പയ്യനും അവർ രണ്ടുപേരും അവിടേക്ക് വരികയാണ്. അങ്ങനെ അവരെല്ലാവരും ടീമായിട്ട് ഇപ്പൊ ബുൽമയുടെ ബർത്ത്ഡേ പാർട്ടി ലക്ഷ്യമാക്കി പോകും. പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ട്രങ്ക്സും ചീച്ചിയും എല്ലാവരും വരികയാണ്. ഗോട്ടനും അതുപോലെ ട്രങ്ക്സും അവർ രണ്ടുപേരും എപ്പോഴത്തേതും പോലെ ബോട്ടിന്റെ അടുത്തേക്ക് പോകും. മാസ്റ്റർ റോഷി ആണെങ്കിൽ ഇപ്പോ ബീച്ചിലെ ചില പ്രത്യേകതരം കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. ഒപ്പം പന്നിക്കുട്ടനും. പാപ്പനാണെങ്കിൽ ഗേൾസിനെ ന്യൂഡൊക്കെ കണ്ട് മൂക്കിലുള്ള ബ്ലഡൊക്കെ ഒഴുക്കി അങ്ങനെ നിൽക്കും. അത് കണ്ട ചീച്ചിയാണെങ്കിൽ അവിടേക്ക് വന്ന് അപ്പാപ്പനെയും പന്നിക്കുട്ടനെയും ചീത്ത പറയാണ്. മറ്റൊരു ഭാഗത്ത് എല്ലാവരും പാർട്ടി ആഘോഷിക്കുമ്പോ ാണെങ്കിൽ ഫുഡെല്ലാം ചേർത്ത് വെച്ച് വാരി വലിച്ച് തിന്നുകയാണ്. ബുൽമയാണെങ്കിൽ ദേഷ്യപ്പെടും, ഈ ഫുഡ് മുഴുവൻ നിനക്ക് ഒറ്റയ്ക്ക് തിന്നാനുള്ളതല്ല, ഞാൻ പറഞ്ഞിട്ടേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ വാലിൽ പിടിച്ച് വലിക്കും. അതുകൊണ്ട് ഞാനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും, ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം സൈറ്റാനാണെങ്കിൽ ഇപ്പൊ ബൂവെ സമാധാനിപ്പിക്കും, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് ആവശ്യത്തിനുള്ള ഫുഡ് അതകത്തുണ്ടെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ടുപോകും. മറ്റൊരു ഭാഗത്ത് ഹാനാണെങ്കിൽ ഇപ്പൊ പിക്കലോയ്ക്ക് അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പിക്ചർ അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ബുൽമയാണെങ്കിൽ ദേഷ്യപ്പെടും, വജീറ്റയും ഗോക്കു അവർ രണ്ടുപേരും അവളുടെ ഇപ്പോഴത്തെ പാർട്ടിക്ക് അതിനെത്തിയിട്ടില്ല, അവരെപ്പോഴും ഇങ്ങനെ തന്നെയാണ്, അവരെന്നെ കയ്യിൽ കിട്ടിയ ഉറപ്പായാലും ഞാൻ ഇടിച്ച് പഞ്ചറാക്കുന്നു പറയും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ആണെങ്കിൽ അമ്മയുടെ ആ പാർട്ടിയെ കുറിച്ച് ആലോചിച്ച് ഷോക്കായി ആ ഒരു വലിയ വലിയ പീസുകൾ അതെല്ലാം തന്നെ താഴേക്കിടുകയാണ്. ശബ്ദം കേട്ട് കിങ്കായ് ആണെങ്കിൽ ഓടി വരും. അദ്ദേഹം ആ ഒരു വില്ലൻ അവിടേക്ക് വന്നു എന്ന് കരുതി ഭയന്ന് നിൽക്കും. ബുൽമയുടെ ബർത്ത്ഡേ ആണ്, ഞാൻ പോയിട്ടില്ലെങ്കിൽ അവൾ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഗോക്കു പറയും. അത് കേട്ട് ആള് ശ്വാസം വലിച്ചു വിടുകയാണ്. ബുൽമയാണെങ്കിൽ അവളുടെ പാർട്ടി അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വില്ലനാണെങ്കിൽ അവന്റെ അസിസ്റ്റന്റുമായിട്ട് പോവാനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഫുഡ് അത് ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരും കടന്നു പോകും. ഇവിടെ സുപ്രീം കായും ആ ഒരു എൽഡർ കായും അവർ രണ്ടുപേരും ഗോകുനെ അന്വേഷിച്ചാണ് ആ വില്ലന്മാർ വരുന്നെന്നുള്ള സത്യം മനസ്സിലാക്കും. എൽഡർ കായ് ആണെങ്കിൽ ഇപ്പൊ ആ വില്ലന്മാരുടെ പവർ തിരിച്ചറിഞ്ഞ് അങ്ങനെ താഴേക്ക് വീഴുകയാണ്. ഓനോ, അവർ ഏകദേശം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു, എനിക്ക് ഭയം കൂടി വരികയാണ്, അവർ ഗോകുയെ തിരിച്ചറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ വില്ലന്മാരെ കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.